ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. പക്ഷേ വളരെ ചെറിയൊരു വീഡിയോ ആണ്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ സ്ട്രോബെറി മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെയൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഞാൻ ഒരു കവറ് അമൂല്യയുടെ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മിൽക്ക് പൗഡറിന് പകരം പാല് നമ്മൾ തിളപ്പിച്ച് ചൂടാറ്റി അതുപോലെ തന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു രീതിയാണ് ഞാൻ ചെയ്യുന്നത്. മിക്കവർക്കും ഫ്രിഡ്ജിൽ തണുത്ത വെള്ളമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്നൊരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ രീതിയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നല്ലതുപോലെ തണുത്ത വെള്ളം ഒരു 2 ഗ്ലാസ് ഒഴിച്ചെടുക്കുക. ഞാൻ 2 ഗ്ലാസ് മിൽക്ക് ഷേക്കിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂസും അതുപോലെ തന്നെ കുറച്ച് ബദാമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി 2 സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇപ്പോൾ ഞാൻ 2 സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂസും അതുപോലെ തന്നെ കുറച്ച് ബദാമും ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 സ്ട്രോബെറി എടുത്ത് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോബെറി മിൽക്ക് ഷേക്ക് തയ്യാറായി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലുള്ളതാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാല് തിളപ്പിച്ച് തണുപ്പിച്ച് ഒക്കെ എടുക്കേണ്ട ആ താമസമൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ ആവും. അതുമാത്രമല്ല വളരെ 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 ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് കുട്ടികളുടെ വീട്ടിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമായിരിക്കും. പാലൊക്കെ കുടിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾക്കും ഇതുപോലെ പാൽ ഉപയോഗിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കമൻസും കൂടി താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.